ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതായിരുന്നു നമ്മളുടെ ഇന്നലത്തെ സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ലെവലുകൾ. ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി അല്പം കൂടി വലുതാക്കി കാണിക്കാം. നോക്കുക, ഇന്നിവിടെ ട്രേഡ് ആരംഭിച്ചത് ഈ ലെവലിനായിരുന്നു. ഇന്നലത്തെ ക്ലോസിംഗ് ഈ റേഞ്ചുമായിരുന്നു. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു മൈൽഡ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്യാൻഡിൽ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. അതിൻ്റെ ടാർഗറ്റ് നേരെ താഴേക്ക് വന്നിട്ട് 15,188 പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് നമുക്കൊരു ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വിചാരിച്ച പോലെ 15,188 എന്നുള്ള റേഞ്ചിലേക്ക് എത്തിയില്ലെങ്കിലും ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് മുകളിലേക്ക് പോകുന്ന അവസരങ്ങളിൽ നമുക്ക് ചെറിയ ലാഭം ഉണ്ടായിക്കൊണ്ട് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അതേപോലെ ഞാൻ അടുത്തൊരു ട്രേഡിൽ പറഞ്ഞിരുന്നു, ഈ ഭാഗത്തു നിന്ന് റിജക്ഷൻ വന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കതൊരു കോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. അതിൻ്റെ ടാർഗറ്റ് ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ച് ആയിരിക്കുമെന്ന്. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, ആ റേഞ്ചിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്നത്. ഇവിടെയും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ നിന്നൊരു റിജക്ഷൻ വരും. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, ആ റിജക്ഷൻ നേരെ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടുള്ള 15,188 വന്നത്. ഇത്തരത്തിൽ ഇന്ന് 2-3 ട്രേഡ് ചെയ്യുന്നതിനുള്ള നല്ല ഒരു സാഹചര്യം നമ്മളുടെ ഇന്നലത്തെ ട്രേഡ് പ്ലാൻ പ്രകാരം ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു ട്രേഡ് പോലും കിട്ടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഇന്നത്തെ പോലുള്ള ചില ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ട്രേഡ് പ്ലാൻ 1-2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ നടക്കുകയും ചെയ്യും. ഇന്നത്തെ ഡാറ്റ പ്രകാരം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 108.2 കോടി രൂപയുടെ നെറ്റ് പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ DAI 1283.38 കോടി രൂപയുടെ നെറ്റ് സെല്ലിങ്ങുമാണ് നടത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് നിഫ്റ്റിക്ക് 15,200, 15,250, 15,300 ലെവലിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ കോൾ സൈഡ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പുട്ട് സൈഡ് നോക്കിയാൽ നമുക്ക് കാണാവുന്നത് ഏറ്റവും നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ വന്നിരിക്കുന്നത് 15,000-നാണ്. അതിന് മുകളിലായിട്ട് 15,150, 200 ലെവലുകളിലും ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ കാണുന്നുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിച്ചാൽ 14,995, 15,081, 15,124 ലെവലുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടും 15,313, 433 ലെവലുകൾ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇതിനിടയിലെല്ലാം നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉണ്ട്. 15,350, 400 ലെവലുകളും നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. നാളത്തെ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ വീക്ക്ലി എക്സ്പെറേഷൻ ഡേ ആയതുകൊണ്ട് നാളെ മാർക്കറ്റ് മോർണിംഗ് സെഷനിലെങ്കിലും കുറേയധികം നേരം സൈഡ് വേസ് മൂവ്മെൻറ്റിന് ശ്രമിച്ചേക്കാം. ഓപ്ഷൻ സെല്ലേഴ്സിന് വളരെ അനുകൂലമായ ഒരു മൂവ്മെൻ്റാണിത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. അതിനുശേഷം പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ട്രേഡ്, മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയും 15,313 ലെവലുകൾ അതിന് സമീപത്ത് നിന്ന് ഒരു റിജക്ഷൻ വരികയോ അതിനൊരു കൺഫർമേഷൻ ക്യാൻഡിൽ കൂടി കിട്ടിയാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആ ട്രേഡായിരിക്കും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രേഡ്. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് ആണെങ്കിലും ഒരുപക്ഷെ അത് ബ്രീച്ചായി കിട്ടിയാൽ നമുക്ക് 15,124 ലെവലിലേക്കെങ്കിലും ഏറ്റവും കുറഞ്ഞ വർഷം ട്രേഡ് എത്തിയേക്കാം. ഒരു ഫ്ലാറ്റിഷോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ഗ്യാപ്പോ ആയ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ചിനും, അതായത് 15,200-നും 15,124-നും ഇടയിൽ നിഫ്റ്റി സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്തുന്നതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആ ട്രേഡ് എടുക്കാതിരിക്കുക. ആ ട്രേഡ് എടുത്താൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങിന് ശേഷം മുകളിലേക്കാണ് അതിൻ്റെ പോക്കെങ്കിൽ നമുക്ക് അവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ലത് ആ മൂവ്മെൻറ്റ് നിലച്ചതിന് ശേഷം താഴേക്കാണ് മൂവ്മെൻറ്റ് തുടങ്ങുന്നതെങ്കിൽ ആ മൂവ്മെൻറ്റിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈയിങ് ആയിരിക്കും കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ളൊരു ട്രേഡ്. അതിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 15,200 ലെവലുകളാണെങ്കിൽ നമുക്കത് ബ്രീച്ചായി കിട്ടിയാൽ 15,124-ലേക്കെങ്കിലും ആ ട്രേഡ് എത്തിയേക്കാം. പിന്നീട് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ വരുന്നതെങ്കിലും മാർക്കറ്റ് ഒരു പക്ഷേ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിന് ശ്രമിച്ചേക്കാം. അന്നേരം 15,081, 15,124, 200 റേഞ്ചുകൾക്കുള്ളിൽ ഒരു പക്ഷേ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിന് ശ്രമിച്ചേക്കാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ട്രേഡും ഒഴിവാക്കുന്നതാണ് നല്ലത്. നാളെ എക്സ്പയറേഷൻ ഡേ ആയതുകൊണ്ട് ട്രേഡ് വളരെ സൂക്ഷിച്ച് മാത്രം എടുക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നെന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. നമ്മുടെ ട്രേഡ് പ്ലാൻ അനുസരിച്ചിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു മൂവ്മെൻ്റാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് കാഴ്ചവെച്ചത്.
ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിന് ശേഷം സ്ട്രെയിറ്റ് അവേ നമ്മുടെ സപ്പോർട്ട് ലെവലിലേക്ക് 36,756 നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് ലെവലിന് അടുത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ ആ മൂവ്മെന്റ് എത്തിയത്. കുറച്ച് എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് ഇവിടെ നിന്ന് ഒരുപക്ഷെ ട്രേഡ് എടുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഞാൻ ആ ട്രേഡിനെ അവഗണിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ട്രേഡ് പ്ലാൻ അനുസരിച്ച് ഇവിടെ നിന്നൊരു കോൾ ഓപ്ഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുണ്ടായത്. അത് നല്ല രീതിയിൽ നമ്മളുടെ റെസിസ്റ്റൻസ് ലെവലും കട്ട് ചെയ്തുകൊണ്ട് തലേ ദിവസത്തെ ക്ലോസിംഗ് റേഞ്ചും കട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയി അതിനുശേഷം ഒരു കൺസൾട്ടേഷൻ നടത്തിയാണ് ഉണ്ടായത്. ഇവിടെ നിങ്ങൾക്ക് ആ ട്രേഡ് സുന്ദരമായിട്ട് എക്സിറ്റ് ആവുമായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു കൺസൾട്ടേഷൻ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം എന്ന് ഞാൻ പറയാറുണ്ട്. നോക്കുക, കൃത്യമായിട്ടും കൺസൾട്ടേഷൻ കഴിഞ്ഞു, താഴേക്കാണ് മൂവ്മെൻറ്റ്. നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ പോലും വീണ്ടും നമ്മുടെ സപ്പോർട്ട് സോണിലേക്ക് 36,756 അടുത്തേക്കാണ് ആ മൂവ്മെൻറ്റ് എത്തിയത്. കൃത്യമായിട്ടും നമുക്ക് അവിടെ നിന്നും അതിൻ്റെ പ്രോഫിറ്റ് റീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ കൃത്യമായിട്ടും ലെവൽസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. നോക്കുക, ഇന്നിവിടെ ഒരു മൈൽഡ് ആയിട്ടുള്ള നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തേക്കാം. നിങ്ങൾക്കറിയാം നമ്മളുടെ ടാർഗറ്റ് 36,756 കാരണം ആ ലെവലിൽ നല്ലൊരു സപ്പോർട്ട് സോൺ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ എത്തുമ്പോൾ നിങ്ങളൊന്ന് കോഷ്യസ് ആവും. ഈ ലെവൽ ബ്രീച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ബ്രീച്ച് ചെയ്യുന്നില്ല, മാർക്കറ്റ് വീണ്ടും റീബൗണ്ട് ആവുകയാണെന്ന് കണ്ടാൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു ചെറിയ പ്രോഫിറ്റിൽ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തേക്കാം. ഇനി ഈ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം നല്ലൊരു സപ്പോർട്ട് സോൺ ഉണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈയിങ്ങിനല്ല ശ്രമിക്കുക, അവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈയിങ്ങിനാണ് നിങ്ങൾ ശ്രമിക്കുക. കൃത്യമായ ഡയറക്ഷനിലായിരിക്കും ഈ ലെവൽ സ്കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് എവിടെ വരെ എത്തുമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്കറിയാം ഈ ട്രേഡ് എടുത്താൽ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് റേഞ്ച് ആയിരിക്കും മിനിമം നിങ്ങളുടെ ടാർഗറ്റ്. അതിന് മുകളിലേക്ക് പോയാൽ അത് 37,461 അടുത്തേക്കും ആ ട്രേഡ് എത്തിയേക്കാം. നിങ്ങൾ നോക്കുക, ഇവിടെ എത്തിയതിന് ശേഷം ആ ട്രേഡ് മുകളിലേക്ക് പോകുന്നില്ല, അവിടെ ഒരു കൺസൾട്ടേഷൻ നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അപായ സൂചന കിട്ടി. ഒരുപക്ഷെ നിങ്ങൾ ആ ട്രേഡ് ഒന്നുകൂടി കോഷ്യസ് ആയിട്ടിരിക്കും. വീണ്ടും നിങ്ങൾ നോക്കുമ്പോൾ ആ ട്രേഡ് താഴേക്കാണ് പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റ് ആവും. ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് റേഷ്യോവും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം വീണ്ടും നമ്മുടെ സപ്പോർട്ട് സോണിനടുത്തേക്കാണ് ആ മൂവ്മെൻറ്റ് വന്ന് നിലച്ചത്. അത്തരത്തിലൊരു ട്രേഡ് എടുത്തില്ലെങ്കിൽ പോലും ഈ ട്രേഡിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ട്രേഡ് ലെവൽസ് അനുസരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തെ ട്രേഡിൽ 6-7 ദിവസമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിരിക്കും. അടുത്തത് ഒരു 2-3 ദിവസം നിങ്ങൾക്ക് ഒരു ലോസോ അല്ലെങ്കിൽ കോസ്റ്റ് എക്സിറ്റ് ആണോ സംഭവിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലുള്ള ലോസേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ലെവൽസ് കൃത്യമായി മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ട്രേഡ് എടുക്കുക. മറ്റൊരു കാര്യം കൂടി, ഒരു സുഹൃത്ത് നിന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയുണ്ടായി, ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് ട്രേഡിനായിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ റിസ്കിനനുസരിച്ചിട്ടാണ് ആ പ്രീമിയം തീരുമാനിക്കപ്പെടേണ്ടത്. ഞാൻ പറയും അറൗണ്ട് ഒരു 100 റുപ്പീസ് ആയിട്ടുള്ള ട്രേഡ് നിങ്ങളോട് എടുക്കാനായിട്ട്. കാരണം വേറൊന്നുമല്ല, ഫാർ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനാണ് നിങ്ങൾ ട്രേഡിനായി സെലക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ടേക്ക് പ്രീമിയം മൂവ്മെൻറ്റ് എത്തില്ല. സ്വാഭാവികമായിട്ടും ആ ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് ആവാനോ അല്ലെങ്കിൽ ലോസ് വളരെയധികം വരാനോ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത മണിക്ക് ചുറ്റുമായിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസുകളിൽ ട്രേഡ് എടുക്കാൻ പരമാവധി ശ്രമിക്കുക. ഒരു 100 റുപ്പി പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കോൾ സൈഡ് ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ വന്നിരിക്കുന്നത് 37,000-നാണ്. അതേപോലെ തന്നെ പുട്ട് സൈഡിൽ ഏറ്റവും നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ വന്നിരിക്കുന്നത് 36,500-നുമാണ്. ബാങ്ക് നിഫ്റ്റിക്ക് 36,451, 715 ലെവലുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടും 37,228, 456 ലെവലുകൾ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയും രാവിലത്തെ സെഷനിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിന് ശ്രമിച്ചേക്കാം. അതുകൊണ്ട് ആദ്യത്തെ 1-2 മണിക്കൂറുകൾ ബാങ്ക് നിഫ്റ്റി വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടാവുന്ന നല്ല ട്രേഡുകളിലൊന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം 37,228-ന് സമീപത്ത് നിന്ന് താഴേക്ക് മൂവ്മെൻറ്റ് വരികയും അതിനൊരു കൺഫർമേഷൻ കൂടി കിട്ടിയാൽ ആ ക്യാൻഡിലിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ടാർഗറ്റ് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് ആയിട്ടുള്ള 36,860 ആയിരിക്കും. ആ റേഞ്ച് ബ്രീച്ച് ചെയ്താൽ അത് 36,715-നടുത്തേക്ക് മൂവ്മെൻറ്റ് എത്തിച്ചേരും. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ടാർഗറ്റ് അതായിരിക്കും. ഈ ട്രേഡ് നല്ല ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റബിൾ ആകാനുള്ള പോസിബിലിറ്റി ഉള്ളത് 36,715-ന് താഴേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ആ മൂവ്മെൻറ്റ് നമുക്ക് ഒരു കൺഫർമേഷനോട് കൂടി താഴേക്ക് പോയാൽ
36,451 ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഈ ലെവൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. അതും ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബാക്കി ട്രേഡുകളെല്ലാം ശ്രദ്ധിക്കുക. ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങിന് ശേഷം മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ 37,228 ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ചിനും ഇടയിൽ മാർക്കറ്റ് സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ ട്രേഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങിന് ശേഷമോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷമോ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും 36,715 അടുത്തേക്ക് മൂവ് ചെയ്യുകയും അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയും ചെയ്താൽ ആ ട്രേഡും നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ചിനും 36,715 ഇടയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതും സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങിന് സാധ്യതയുള്ളതായതിനാൽ ഈ ട്രേഡും നിങ്ങൾ ഒഴിവാക്കുക. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്